ജനാധിപത്യം കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട കാലം 2021 മുതൽ 26 വരെ പിണറായി ഭരണകാലം അടിയന്തരാവസ്ഥയുടെ സുവർണ ജൂബിലി വർഷത്തിൽ അതിനേക്കാൾ ഭീകരതയോടെ കടന്നുപോയി. വിമർശിക്കുന്നവരെ തുറങ്കിലടച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുഴിച്ചുമൂടിയും നടന്ന ആ ഭരണകാലം ഒടുവിൽ ജനഹിതത്തിന് മുന്നിൽ നിലം പൊത്തിയിരിക്കുകയാണ്. കേരള ചെഷസ്ക്യൂവിനെ വിമർശിച്ച മാധ്യമപ്രവർത്തകരെ തുറങ്കിലടച്ചു. അടിമക്കമ്മികൾ തെയ്യം തുള്ളി രക്തപ്പൂക്കൾ ചൂടി. അഭിപ്രായ സ്വാതന്ത്ര്യം കുഴിച്ചുമൂടി. ഖജനാവ് രാജാവിനും തിരുകുടുംബത്തിനും സുഖിച്ചു കൂത്താടാൻ മലക്കെ തുറന്നിട്ടു. അഴിമതിയുടെ നവരത്നങ്ങൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ തിളങ്ങിയപ്പോൾ അതിനെ പ്രസാദമായി സ്വീകരിക്കാൻ സജീവോത്തന്മാർ മത്സരിച്ചു. ഊറിപ്പിടിച്ച വാളുമായി ജനത്തിന്റെ നെഞ്ചിലൂടെ രഥമോടിച്ച ഭരണാധികാരിക്ക് മുൻപിൽ ബുദ്ധിജീവികൾ ഉച്ഛിഷ്ടത്തിനായി കൈനീട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്തിം കമ്മികൾ രാജാവ് നഗ്നനല്ല, രക്തചിത സുവർണ കൗപീനധാരി എന്ന് വിളിച്ചാർത്തു. രാജാവിന്റെ അവിഞ്ഞ അധോവായു അറേബ്യൻ സുഗന്ധ പരിമളത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് അവർ ഊരിയിട്ടു. പൊതുജനത്തിന്റെ വിയർപ്പിൽ നിറഞ്ഞ ഖജനാവ് രാജാവിനും തിരുകുടുംബത്തിനും സുഖിക്കാനുള്ള വഴിയായി മാറി. രാജാവിന്റെ പത്തായം കൊള്ളിയടിച്ച നവരത്നങ്ങൾ മാസപ്പടി കൈക്കൂലി കൊണ്ട് തിങ്ങി വിങ്ങി. രാജാവിന്റെയും മഹാറാണിയുടെയും തിരുവമേധ്യം UKG കേന്ദ്രത്തിലെ സച്ചിവോത്തന്മാർ പ്രസാദമായി വാങ്ങി പൂജിക്കാൻ തിക്കിത്തിരക്കി. രാജാവ് ഊരിപ്പിടിച്ച വാളുമായി പൊതുജനത്തിന്റെ നെഞ്ചിലൂടെ രഥമോടിച്ചു. ബുദ്ധിജീവികൾ തൂങ്ങിയാടുന്ന സഞ്ചികളുമായി രാജാവിന്റെ ഉച്ഛിഷ്ട തരികൾ പെറുക്കാൻ രാജാവിന്റെ പിന്നാലെ മത്സരിച്ചോടി. ഒടുവിൽ എല്ലാ ഏകാധിപതികളുടെയും മദ്യം ഒരുപോലെ ജനം ചവിട്ടി പുറത്താക്കി. കറുത്ത പല്ലക്കില്ലെങ്കിലും ശ്വേത പല്ലക്കായാലും മതി എന്നായി. രാജാവ് ചുറ്റിലും നോക്കി. ഇവിടെ ആനകളില്ല, അമ്പാരിയില്ല, ആറാട്ടില്ല. ജനമാണ് യഥാർത്ഥ രാജാവ് എന്ന് തിരിച്ചറിഞ്ഞ കപട രാജാവിന്റെ പൊയ്ക്കാൽ ഊരിത്തെറിച്ചപ്പോൾ ആ നരാധമന്റെ കാൽ ഭൂമിയിൽ പതിച്ചു. ഡ്രാക്കുളയ്ക്ക് കള്ളിയങ്ങാട്ട് നീലിയിലുണ്ടായ നികൃഷ്ട ജീവി. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ വാഴ്ത്തുപാട്ടുകാർ രാത്രിയിലും ഒരുപോലെ കണ്ണടയ്ക്കാതെ സ്തുതിഗീതാലാപനം തുടർന്നു കൊണ്ടിരുന്നു. ഇന്നും ആ തകർന്ന സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സ്തുതികൾ ഉയരുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ മണ്ണ് പുതിയൊരു മാറ്റത്തെ ആവേശത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. ഏകാധിപത്യത്തിന്റെ ഇരുണ്ട കാലത്തിന് വിട.